യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. വേദപുസ്തകം എഴുതുന്നത് അദ്ദേഹം ഒരു പ്രവാചകനല്ല, ഒരു പുരോഹിതനല്ല, ഒരു രാജാവല്ല, ഒരു മനുഷ്യനെന്ന് മാത്രം, വേറൊരു പൊസിഷനില്ല. പക്ഷേ അവനെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് കുറിക്കാൻ ഏക കാരണം അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു. ആമേൻ. അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ പ്രാർത്ഥന എവിടെയാണ്, ഏത് വിഷയത്തിനാണെന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ്. ആമേൻ. വേദപുസ്തകത്തിൽ പല നിലകളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. ബോയ്സിൻ്റെ പ്രാർത്ഥന വളരെ ചെറിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്തിനാണ്? കർത്താവേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു, എനിക്ക് എബേസ് എന്ന് പേരിട്ടു. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. അമ്മയ്ക്കുള്ള ദുഃഖം തലമുറകളിലേക്ക് പകർത്തി തലമുറയെയും നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് അവിടെ കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഭാരങ്ങൾ അത് തലമുറയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യരുത്. സ്തോത്രം. ആമേൻ. ആമേൻ. എബേസിൻ്റെ അമ്മ താൻ വ്യസനത്തോടെ പ്രസവിച്ചതാന്ന് പറഞ്ഞ് ആ വേദന മുഴുവൻ തലമുറയിലേക്ക് പകർന്നു. ഹല്ലേലൂയ. അവൻ ആ കെട്ടിൽ നിന്ന് പുറത്തു വരുവാൻ നീണ്ട നാളുകൾ പ്രാർത്ഥിക്കേണ്ടി വന്നു, നീണ്ട നാളുകൾ ഉപവസിക്കേണ്ടി വന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ ദൈവത്തോടുകൂടെ ഇരുന്ന് അതിൻ്റെ ഒരു തരി പോലും തലമുറയിലേക്ക് ഇറങ്ങാതെ വണ്ണം പ്രാർത്ഥനയിൽ ജയമെടുക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു.